കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗോസസ് തിയറത്തെക്കുറിച്ചും അതിൻ്റെ ഡെറിവേഷനെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഈ ക്ലാസ്സിൽ പ്രധാനമായും ഗോസസ് ലോയുടെ ആപ്ലിക്കേഷൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളൊന്ന് റീമെമ്മറൈസ് ചെയ്യുക, എന്താണ് ഗോസസ് ലോ. നമുക്കറിയാം, അക്കോർഡിംഗ് ടു ഗോസസ് ലോ, ടോട്ടൽ നോർമൽ ഇലക്ട്രിക് ഫ്ലക്സ് over a closed surface is equal to 1 by epsilon 0 times the total charge enclosed by that surface. അതായത് ഏതെങ്കിലും ഒരു സർഫസിൽ ടോട്ടൽ ചാർജ് ഉണ്ടെങ്കിൽ ആ സർഫസിൽ കടന്നു പോകുന്ന നെറ്റ് ഫ്ലക്സ് എന്നുള്ളത് 1 by epsilon 0 ഇൻറ്റു ആ സർഫസിലുള്ള ടോട്ടൽ ചാർജ്. ഇതിന് പറയുന്ന പേരാണ് ഗോസസ് ലോ. അതിൻ്റെ മാത്തമാറ്റിക്കൽ ഫോമാണ് ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈസ് ഇക്വൽ ടു സിഗ്മ ക്യൂ ബൈ എപ്സിലോൺ 0. സിഗ്മ ക്യൂ എന്നുള്ളത് സർഫസ് ഉൾക്കൊള്ളുന്ന ടോട്ടൽ ചാർജ് ആയിരിക്കും. ഇനി ഇതിൻ്റെ അപ്ലിക്കേഷൻസിനെ കുറിച്ച് നമ്മൾ പറയുന്നത്, ഒന്നാമത്തെ അപ്ലിക്കേഷനായിട്ട് നമ്മൾ പറയുന്നത് ഫീൽഡ് ഡ്യൂ ടു എൻ ഇൻഫൈനൈറ്റ് ലൈൻ ഓഫ് ചാർജ്. നമുക്കറിയാം, ഗോസസ് ലോ പ്രധാനമായും അപ്ലൈ ചെയ്യുന്നത് ഒരു ചാർജ് ഡിസ്ട്രിബ്യൂഷൻസിനാണ്. സിംഗിൾ ചാർജുകൾ വരികയാണെങ്കിൽ അവിടെ നമ്മൾ ക്ലോംസ് ലോയാണ് ഉപയോഗിക്കുക. ചാർജ് ഡിസ്ട്രിബ്യൂഷൻസ് വരുമ്പോൾ, കൂടുതൽ ചാർജ് വരുമ്പോൾ അവിടെ ഗോസസ് ലോയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അപ്ലിക്കബിൾ ആവുന്നത്. പ്രധാനമായും ഗോസസ് ലോ അപ്ലൈ ചെയ്യുന്നത് ചാർജ് ഡിസ്ട്രിബ്യൂഷൻസിലെ 3 ചാർജ് ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്. ഒന്ന് ലൈൻ ഓഫ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, ഒന്ന് സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, 3 വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻസ്. നമ്മൾ എല്ലാ ചാർജ് ഡിസ്ട്രിബ്യൂഷൻസിനും അപ്ലൈ ചെയ്യാമെങ്കിലും ഗോസസ് ലോ ഉപയോഗിച്ച് നമുക്ക് ഫീൽഡ് ഈസിയായി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു സിമെട്രിക്കൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻസിലാണ്. ഏത് സാഹചര്യത്തിലും ഗോസസ് ലോ അപ്ലൈ ചെയ്യാം. സിമെട്രിക്കൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻസിലാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അതിലൊന്നാമത്തെയാണ് ഇൻഫൈനൈറ്റ് ലൈൻ ഓഫ് ചാർജ് എന്നുള്ളത്. നമ്മളൊരു ഇൻഫൈനൈറ്റ് ലൈൻ ഓഫ് ചാർജ് ഇമാജിൻ ചെയ്യാം. ലൈൻ, ഒരുപാട് ചാർജുകളുണ്ട്. ഈ ലൈൻ എന്നുള്ളത് എക്സ്റ്റെൻഡ് ചെയ്യണം, മുകളിലേക്കും താഴേക്കും എക്സ്റ്റെൻഡ് ചെയ്യണം. അതിലെ ചാർജ് എന്നുള്ളത് ലാംഡ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അതായത് ഒരു സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഒരു മീറ്ററിൽ ഉണ്ടാകുന്ന ചാർജ്, ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്നും കൂടി പറയുന്നുണ്ട്. ലാംഡ ഇസ് ദ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. ആ ലൈൻ ഓഫ് ചാർജിൽ നിന്ന് ആർ ഡിസ്റ്റൻസ് അകലെ ഒരു പോയിൻ്റാണ് പി. ആ പിയിലെ ഫീൽഡ് ഇൻറ്റൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്കിവിടെ അപ്ലൈ ചെയ്യേണ്ടത് ഗോസസ് ലോ ആണ്. നമുക്കറിയാം, ഗോസസ് ലോ അപ്ലൈ ചെയ്യണമെങ്കിൽ എപ്പോഴും ഒരു സർഫസ് വേണം. അതിന് നമ്മൾ പൊതുവെ ഗോസിയൻ സർഫസ് എന്ന് പറയും. ഇമാജിനറി സർഫസ് ആണ് ഗോസിയൻ സർഫസ്. ഗോസസ് ലോ അപ്ലൈ ചെയ്യുന്ന സർഫസുകൾ പൊതുവെ ഗോസിയൻ സർഫസ് എന്നൊക്കെ പറയാം. എല്ലാതരം സർഫസുകളും അപ്ലിക്കബിൾ ആണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള സർഫസുകൾ നമ്മൾ ഇമാജിൻ ചെയ്യുന്നതാണ് നല്ലത്, അഭികാമ്യം. അപ്പോൾ ഇവിടെ ഒരു ലൈൻ ഓഫ് ചാർജ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇമാജിൻ ചെയ്യാവുന്ന ഒരു സ്യൂട്ടബിളായ ഗോസിയൻ സർഫസ് എന്നുള്ളൊരു സിലിണ്ടറിക്കൽ ഷേപ്പാണ്. സോ വി കൺസിഡർ എ സിലിണ്ടറിക്കൽ ഗോസിയൻ സർഫസ് വിച്ച് പാസസ് ത്രൂ ദ പോയിൻറ്റ് പി. ഇതിൻ്റെ റേഡിയസ് എന്നുള്ളത് 6 തന്നെയാണ്. ലെങ്ത് എന്നുള്ളത് സ്മോൾ എൽ ആണ്. എൽ ലെങ്ത്തും 6 റേഡിയസ് ഉള്ള ഒരു ഗോസിയൻ സർഫസിന് ഇമാജിൻ ചെയ്യും. ഇനി ഗോസസ് ലോ പറഞ്ഞാൽ ടോട്ടൽ ഫ്ലക്സ് ആണ്. അപ്പോൾ ഇതിലെ ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പി എന്ന പോയിൻറ്റിനോട് ചേർന്ന് ഒരു ചെറിയൊരു എലമെൻ്ററി ഏരിയ ഡി എസ് നമ്മൾ ഇമാജിൻ ചെയ്യുന്നു. ആ എലമെൻ്ററി ഏരിയയുടെ ഡയറക്ഷൻ ഉള്ളത് ഞാൻ റെഡ് ആരോ മാർക്കിൽ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. സർഫസിന് നോർമലാണ്. ഡയറക്ഷൻ എൻ ക്യാപ്പ് എന്നുള്ള റെപ്രസെൻ്റ് ചെയ്യുന്നു, യൂണിറ്റ് വെക്ടർ എൻ ക്യാപ്പ്. ഇനി ഫീൽഡ് എപ്പോഴും ലൈൻ ഓഫ് ചാർജിന് 90 ഡിഗ്രിയിലാണ് ആക്ട് ചെയ്യുന്നതുകൊണ്ട് റേഡിയസിലൂടെ ആയിരിക്കും ആക്ട് ചെയ്യുക. അപ്പോൾ പി എന്ന പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷനെ ഞാൻ ഗ്രീൻ ആരോ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യണു. ഇൻറ്റൻസിറ്റി ഇ ആണ്. അങ്ങനെയാണെങ്കിൽ ആ സ്മോൾ ഏരിയയിൽ കൂടെ ഡി എസ് ഏരിയയിൽ കൂടെ കടന്നു പോകുന്ന ഫ്ലക്സ് എന്നുള്ളത് ഡി ഫൈ ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് ഡി എസ് ആയിരിക്കും, ഈക്വൽ ടു ഇ ഡി എസ് കോസ് തീറ്റ. ഇവിടെ തീറ്റ എന്നുള്ളത് ഏരിയയും ഫീൽഡും തമ്മിലുള്ള ആംഗിളാണ്. ഇവിടെ ഏരിയ ഡയറക്ഷനാണ് എൻ ക്യാപ്പിൻ്റെ ഡയറക്ഷൻ, ഫീൽഡും അതേ ഡയറക്ഷനിൽ തന്നെയാണ്. സോ തീറ്റ ഈസ് ഈക്വൽ ടു ഇവിടെ എത്ര 0 ആണ്. സ്വാഭാവികമായിട്ടും ഡി ഫൈ എന്നുള്ളത് ഈക്വൽ ടു ഇ ഡി എസ് കോസ് 0. കോസ് 0 1 ആണല്ലോ.
അതുകൊണ്ട് ഇതിനെ നമുക്ക് എന്ത് എഴുതാം? ഈക്വൽ ടു ഇ ഡി എസ്. ഇതാണ് ആ സ്മോൾ, വളരെ ചെറിയൊരു എലമെൻ്ററി ഏരിയ കൂടെ കടന്നു പോകുന്ന ഫ്ലക്സ്. നമുക്ക് കണ്ടത് ടോട്ടൽ ഫ്ലക്സാണ്. ഇതേപോലെ ഒരുപാട് ചെറിയ ചെറിയ ഏരിയകൾ ആഡ് ചെയ്ത് ഫ്ലക്സ് കണ്ട് ആഡ് ചെയ്യാം. പക്ഷേ നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും ഈ ലൈൻ ഓഫ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് എപ്പോഴും റൈറ്റ് സൈഡിലേക്കാണ്. നമുക്ക് കർവ്ഡ് സർഫസ്, നമ്മുടെ സർഫസിന് ഗോസിയൻ സർഫസ്, സിലിണ്ടറിക്കൽ സർഫസിന് 3 സർഫസുകളുണ്ട്. ഒരു കർവ്ഡ് സർഫസ് പി എന്ന പോയിന്റ് ഉൾക്കൊള്ളുന്ന കർവ്ഡ് സർഫസും 2 എൻഡ് സർഫസുകളും യെല്ലോയിൽ കാണിച്ചിരിക്കുന്നു. നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും എൻഡ് സർഫസ് ക്രോസ് ചെയ്ത് പോകുന്ന ലൈൻ ഓഫ് ഫോഴ്സുകൾ 0ആണ്. ഒന്നും ക്രോസ് ചെയ്യുന്നില്ല. അതായത് എൻഡ് സർഫസിൽ കൂടെ കടന്നു പോകുന്ന ഫ്ലക്സ് അവിടെ 0ആണ്. എന്തുകൂടെ മാത്രമേ കടന്നു പോകുന്നുള്ളൂ? കർവ്ഡ് സർഫസിൽ കൂടെ മാത്രമേ കടന്ന് പോകുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ നെറ്റ് ഫ്ലക്സ് ത്രൂ ദ എൻറ്റയർ ഗോസിയൻ സർഫസിൽ 3 ഭാഗങ്ങളുണ്ട്. 2 എൻഡ് സർഫസിൽ കൂടെ കടന്നു പോകുന്ന ഫ്ലക്സും കർവ്ഡ് സർഫസിൽ കൂടെ കടന്നു പോകുന്ന ഫ്ലക്സും. അപ്പോൾ എൻഡ് സർഫസിൽ കൂടെ കടന്നു പോകുന്ന ഫ്ലക്സിനെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ആവശ്യമില്ല. അതുകൊണ്ട് അതിനെ നമുക്ക് ഒഴിവാക്കാം. അങ്ങനെയാണെങ്കിൽ നെറ്റ് ഫ്ലക്സ് കർവ്ഡ് സർഫസ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെറ്റ് ഫ്ലക്സ് ത്രൂ ദ കർവ്ഡ് സർഫസ്, അതിനെ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസിനെ ഞാൻ കർവ്ഡ് സർഫസ് ഇ ഡോട്ട് ഡി എസ് മാത്രമായിട്ട് എഴുതുന്നു. എൻ്റെ സർഫസുകൾ ഒഴിവാക്കാം. ഞാൻ ഒന്നുകൂടി എടുത്ത് എഴുതി. നെറ്റ് ഫ്ലക്സ് എന്നുള്ളത് കർവ്ഡ് സർഫസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. ഇ ഡോട്ട് ഡി എസ് സി ഡി എസ് ആണ്. കാരണം കർവ്ഡ് സർഫസിലെ പോയിന്റിനെ കുറിച്ചാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അല്ലേ. ഇനി കർവ്ഡ് സർഫസിലെ എല്ലാ പോയിന്റിലും ഒരേ ഡിസ്റ്റൻസിലാണ് ലൈൻ ഓഫ് ചാർജ്. അതുകൊണ്ട് ഇതിലുള്ള ഫീൽഡ് ഇൻറ്റൻസിറ്റി ഒക്കെ സെയിം ആയതുകൊണ്ട് സമ്മേഷന് പുറമേക്ക് നമുക്ക് എടുക്കാം ഈനെ. സോ ഈ കർവ്ഡ് സർഫസ് ഇൻ്റഗ്രൽ ഡി എസ് ആയിരിക്കും. ഈ കർവ്ഡ് സർഫസ് ഇൻ്റഗ്രൽ ഡി എസ് എന്നുള്ളത് ടോട്ടൽ സർഫസ് ഏരിയ ആണ്. ഇത് കർവ്ഡ് സർഫസ് ഏരിയ. അതുകൊണ്ട് അതിനെ ഈക്വൽ ടു ഇ ഇൻറ്റു എസ് എന്ന് എഴുതാം. എസ് ഈസ് എ ടോട്ടൽ സർഫസ് ഏരിയ, കർവ്ഡ് സർഫസ് ഏരിയ. കർവ്ഡ് സർഫസ് ഏരിയ സിലിണ്ടർ കേസിൽ 2πRL ആണ്. R റേഡിയസ് L ലെങ്ത്തുള്ള ഒരു സിലിണ്ടറിൻ്റെ സർഫസ് ഏരിയ, കർവ്ഡ് സർഫസ് ഏരിയ 2πRL ആണ്. അപ്പോൾ എസിൻ്റെ പൊസിഷനിൽ നമുക്ക് എന്ത് എഴുതാം? 2πRL എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഫ്ലക്സ് ത്രൂ ദ എൻറ്റയർ ഗോസിയൻ സർഫസ് ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു 2πRL. ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഇനി രണ്ടാമത്തെ കാര്യം, ആ സർഫസ് ഉൾക്കൊള്ളുന്ന, ഗോസിയൻ സർഫസ് ഉൾക്കൊള്ളുന്ന ടോട്ടൽ ചാർജ്. നമുക്ക് ഫിഗർ നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും റെഡ് ഇങ്കിൽ അടയാളപ്പെടുത്തിയ ചാർജസ് മാത്രമേ ആ സർഫസ് ഉൾക്കൊള്ളുന്നുള്ളൂ. ബാക്കിയുള്ള ചാർജുകളൊന്നും നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. പുറമേയുള്ള ചാർജുകളൊന്നും കൺസിഡർ ചെയ്യേണ്ടതില്ല. അങ്ങനെയാണെങ്കിൽ എൽ ലെങ്ത്തിൽ ഉൾക്കൊള്ളുന്ന ചാർജ് മാത്രമേ എടുക്കുന്നു. എൽ ലെങ്ത്തിൽ എത്ര ചാർജ് ഉണ്ടാവും? ലാംഡ യൂണിറ്റ് ലെങ്ത്തിലാണെങ്കിൽ എൽ ലെങ്ത്തിൽ എത്ര ചാർജ് ഉണ്ടാവും? സ്വാഭാവികമായിട്ടും ലാംഡ എൽ. So total charge enclosed by the Gaussian surface is sigma q is equal to lambda. Question number 2 എന്ന് കൊടുക്കുക. ഇത് രണ്ടിനെയും ഒന്നും കൂടി എടുത്ത് എഴുതി. ക്വസ്റ്റൻ 1ഉം ക്വസ്റ്റൻ 2 ആയിട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗോസസ് ലോസിലേക്ക് അപ്ലൈ ചെയ്യാം. ദ ഗോസസ് ലോ ടോട്ടൽ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു സിഗ്മ ക്യൂ ബൈ എപ്സിലോൺ 0. ഫ്ലക്സിൻ്റെ വാല്യൂ നമുക്കറിയാം. ക്വസ്റ്റൻ നമ്പർ 1ഉം സിഗ്മ ക്യൂ ക്വസ്റ്റൻ നമ്പർ 2 രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഫ്ലക്സ് ഈക്വൽ ടു ഫ്ലക്സിൻ്റെ പൊസിഷനിൽ ഇ ഇൻറ്റു 2πRL. സിഗ്മ ക്യൂയുടെ പൊസിഷനിൽ ലാംഡ എൽ ബൈ എപ്സിലോൺ 0. അതിൽ തന്നെ എല്ലാം നമുക്ക് ക്യാൻസൽ ചെയ്ത കുട്ടികളെ ഇതിനൊന്ന് എടുത്തെഴുതി കഴിഞ്ഞാൽ ഇ എന്നുള്ളത് എന്തായി മാറും? ഇ ഈസ് ഈക്വൽ ടു ലാംഡ ബൈ 2π എപ്സിലോൺ 0 ആ. അങ്ങനെ ഒന്നുകൂടി ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇ എന്നുള്ളത് 1/4 2π എപ്സിലോൺ 0 ലാംഡ ബൈ r. നമുക്കറിയാം 1/4π എപ്സിലോൺ 0ൻ്റെ ടൈമിൽ എഴുതാം. താഴെയും മുകളിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഇ എന്ന എന്തായി മാറും? ഈസ് ഈക്വൽ ടു ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്താൽ 2 ഇവിടെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ 1/4π എപ്സിലോൺ 0 2 ലാംഡ ബൈ r. എനിവേ ഈ ഇൻവേഴ്സ് പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ്, അതായത് ഒരു ലൈൻ ഓഫ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡിസ്റ്റൻസിന് ഇൻവേഴ്സ് പ്രൊപ്പോർഷനാണ്. പോയിൻ്റ് ചാർജിനെ കൺസിഡർ ചെയ്ത് നോക്കുമ്പോൾ അത് ഇൻവേഴ്സ് പ്രൊപ്പോർഷണൽ ടു 1/r പ്രൊപ്പോർഷണൽ ടു 1/r² ആണ് അല്ലേ. ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് പെട്ടെന്ന് തന്നെ ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി ഫേഡ് ചെയ്ത് പോകും. പക്ഷേ കുറച്ചും കൂടി സ്ട്രെങ്ത് ആയിരിക്കും ലൈൻ ഓഫ് ചാർജ്. ഇതാണ് നമ്മൾ ഒരു ലൈൻ ഓഫ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് ഇൻറ്റൻസിറ്റി. അതിൻ്റെ ഡയറക്ഷൻ ഉള്ളത് ലൈൻ ഓഫ് ചാർജിന് നോർമലായിരിക്കും. ഇനിയുള്ള രണ്ടാമത്തെ അപ്ലിക്കേഷൻ എന്നുള്ളത്
ഒരു ഇതേപോലുള്ളൊരു സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനാണ്. അതൊരു ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജിന് ഒരു ഷീറ്റിൽ ഒരുപാട് ചാർജസ് ഉണ്ടെന്ന് മെയിൻ ചെയ്യാം. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷീറ്റ് ഓഫ് ചാർജ് എടുക്കുന്നു, ഒരുപാട് ചാർജ് ഉണ്ട്, യൂണിഫോം ചാർജ് ഡിസ്ട്രിബ്യൂഷനാണ്. ഈ ഷീറ്റ് നമ്മൾ ഇങ്ങനെ വരച്ചാലും ഇതിന് മുകളിലേക്കും താഴേക്കും സൈഡിലേക്കൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യുക, ഇൻഫിനിറ്റി വരെ എക്സ്റ്റെൻഡ് ചെയ്യുക. അത്രയും വലിയൊരു ഷീറ്റ് ഓഫ് ചാർജ് വരയ്ക്കുന്നത് വളരെ ചെറിയ റീജിയൻ മാത്രമേ നമ്മൾ വരയ്ക്കാനുള്ളൂ. അത് നമ്മുടെ അടുത്തേക്ക് നിൽക്കുന്നു, കുത്തനെയാണ് ഈ പ്ലെയിൻ സർഫസിന് ഈ ഡിസ്പ്ലേക്ക് 90 ഡിഗ്രിയിലാണ് നിൽക്കണതെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ചാർജ് ഡെൻസിറ്റി, അതായത് യൂണിറ്റ് ഏരിയയിൽ ഉണ്ടാകുന്ന ചാർജ് സിഗ്മയാണ്. അതിനെ സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയും. ഇനി ഇതിന് തൊട്ടപ്പുറത്തും ഇപ്പുറത്തുള്ള നിയറസ്റ്റ് പോയിന്റുകളിലുള്ള ഫീൽഡ് ഇൻറ്റൻസിറ്റി കാണണം. കാരണം റൈറ്റ് സൈഡിലേക്കും ഫീൽഡ് ഉണ്ട്, ലെഫ്റ്റ് സൈഡിലേക്കും ഫീൽഡ് ഉണ്ട്. നമുക്ക് ഗോസ് ലോ അപ്ലൈ ചെയ്യണം. ഈ സ്യൂട്ടബിളായ ഒരു ഗോസിയൻ സർഫസിനെ ഞാൻ ഇമേജിൻ ചെയ്യും. ഞാൻ ഇമേജിൻ ചെയ്യുന്ന ഒരു സിലിണ്ടറിക്കൽ ഗോസിയൻ സർഫസാണ്. അത് രണ്ട് സൈഡിലേക്കും ഫീൽഡ് ഉള്ളതുകൊണ്ട് രണ്ട് സൈഡിലേക്കും ഈക്വലായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ ഷീറ്റിനെ എസ് ഏരിയയിൽ കൂടെ മാത്രം കട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഗോസിയൻ സർഫസിനെ ഞാൻ ഇമാജിൻ ചെയ്യുന്നു. ഈ സർഫസ് രണ്ട് സൈഡിലേക്കും ഷീറ്റിൻ്റെ ഈക്വലായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. പി എന്ന പോയിന്റിലേക്കും ക്യൂ എന്ന പോയിന്റിലേക്കും എക്സ്റ്റെൻഡ് ചെയ്യും. ഇനി ഈ സർഫസിൽ കൂടെ കടന്നു പോകുന്ന നെറ്റ് ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് പി എന്ന പോയിന്റിനോട് ചേർന്നിട്ട് ഒരു എലമെൻ്ററി ഏരിയ ഇമാജിൻ ചെയ്യുന്നു. അതുപോലെ ക്യൂ എന്ന പോയിന്റിനോട് ചേർന്നിട്ടുള്ള സർഫസിലും ഒരു എലിമെൻ്ററി ഏരിയനെ നമ്മൾ ഇമാജിൻ ചെയ്യുക. രണ്ടിന് യൂണിറ്റ് വെക്ടേഴ്സ് എൻ ക്യാപ്പാണ്. അതിൻ്റെ ഡയറക്ഷൻ റെഡ് ആരോ മാർക്കിൽ റെപ്രസെൻ്റ് ചെയ്യുന്നു. നമുക്കറിയാം ഷീറ്റിലെ രണ്ട് സൈഡിലേക്കും ഫീൽഡ് ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ രണ്ട് എഡ്ജിലേക്കും രണ്ട് സൈഡിലേക്കും എക്സ്റ്റെൻഡ് ചെയ്യുന്ന തരത്തിലുള്ള ഗോസിയൻ സർഫസിനെ ഇമാജിൻ ചെയ്തു. ഇനി രണ്ടും തുല്യ ദൂരമായതുകൊണ്ട് ഷീറ്റിൽ നിന്ന് അവിടെയുള്ള ഫീൽഡ് ഇൻറ്റൻസിറ്റി സെയിം ആയിരിക്കും. പി എന്ന പോയിന്റിലും ക്യൂ എന്ന പോയിന്റിലും ഉണ്ടാകുന്ന ഫീൽഡ് ഇൻറ്റൻസിറ്റി സെയിം ആയിരിക്കും. അതിനെ ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഗ്രീൻ ആരോ മാർക്ക് വഴിയാണ്. അതിൻ്റെ ഫീൽഡ് ഇൻറ്റൻസിറ്റി സെയിം ആയതുകൊണ്ട് ഈ എന്നെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഡി എസ് എന്ന സ്മോൾ ഏരിയയിൽ കൂടെ കടന്നു പോകുന്ന ഫ്ലക്സ് അതിൻ്റെ ഇക്വേഷൻ ഇ ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു ഇ ഡി എസ് കോസ് തീറ്റ. ഇവിടെ കോസ് തീറ്റ കാണുന്നതിന് വേണ്ടിയിട്ട് നമുക്കറിയാം തീറ്റ ഇവിടെ 0 ആണ്. ഡയറക്ഷനും ഫീൽഡ് ഡയറക്ഷനും വെക്ടർ ഡയറക്ഷനും ഏരിയ വെക്ടർ ഡയറക്ഷനും ഫീൽഡ് ഡയറക്ഷനും സെയിം ആയതുകൊണ്ട് ഈ കോസ് തീറ്റ 0 ആണ്. കോസ് 0 1 ആണ്. അതുകൊണ്ട് ഇ ഡി എസ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് കണ്ടത് നെറ്റ് സർഫസിൽ കൂടെ കടന്നു പോകുന്ന ഫ്ലക്സ് ആണ്. ഇവിടെ 3 സർഫസുകളുണ്ട്. 2 എൻഡ് സർഫസും ഒരു കർവ്ഡ് സർഫസും. അങ്ങനെയാണെങ്കിൽ അറിയാം നമുക്കിതിനെ ടോട്ടൽ ഫ്ലക്സിനെ 3ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഒന്ന് കർവ്ഡ് സർഫസിൽ കൂടെ കടന്നു പോകുന്ന ഫ്ലക്സ്, അങ്ങനെ കർവ്ഡ് സർഫസ് ഇ ഡോട്ട് എസ് എന്ന് പറയുന്നു. പിന്നെ പി എന്ന എൻഡ് പോയിൻ്റിലൂടെ കടന്നു പോകുന്ന ഫ്ലക്സ്, ക്യൂ എന്ന എൻഡ് സർഫസിൽ കൂടെ കടന്നു പോകുന്ന ഫ്ലക്സ്, 3 സർഫസുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ ഒരു ഫീൽഡ് ഡയറക്ഷൻ നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഫിഗറിൽ കാണിക്കുന്നുണ്ട്. ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഫീൽഡിൻ്റെ ഡയറക്ഷൻസ് അത് നോക്കിയാൽ കാണാൻ തന്നെ അറിയാം. നോക്കുമ്പോൾ തന്നെ കാണാം കർവ്ഡ് സർഫസിൽ കൂടെ കടന്നു പോകുന്ന ഫ്ലക്സ് 0 ആണ്. ഒരു ലൈൻ ഓഫ് ഫോഴ്സും കർവ്ഡ് സർഫസിനെ ക്രോസ് ചെയ്യുന്നില്ല. പക്ഷേ രണ്ട് എൻഡ് സർഫസുകളെ ക്രോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ നോക്കുമ്പോൾ കർവ്ഡ് സർഫസിൻ്റെ കൂടെ കടന്നു പോകുന്ന ഫ്ലക്സ് എന്നുള്ളത് നമുക്ക് 0 ആയിട്ട് കൺസിഡർ ചെയ്യാം. എൻഡ് സർഫസുകൾ മാത്രമേ നമ്മൾ ഇതിൽ പരിഗണിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ നമ്മളിതിനൊന്ന് റീഅറേഞ്ച് ചെയ്യണം. ഒന്നുകൂടി എടുത്തെഴുതുക. കർവ്ഡ് സർഫസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് പ്ലസ് പി എന്ന പോയിന്റിലുള്ള ഫ്ലക്സ് സർഫസ് ഇൻ്റഗ്രൽ പി ഡോട്ട് ഡി എസ് സർഫസ് ഇൻ്റഗ്രൽ അറ്റ് ക്യൂ ഇ ഡോട്ട് ഡി എസ് ദാറ്റ് ഈസ് ടോട്ടൽ ഫ്ലക്സ്. അതിനെ നമുക്ക് എടുത്തെഴുതിയാൽ കാണാൻ പറ്റും. കർവ്ഡ് സർഫസ് ഇൻ്റഗ്രൽ കർവ്ഡ് സർഫസിൽ 0 ആണ്. ഇ ഡോട്ട് ഡി എസ് ഇ ഡി എസ് ആണ്. സോ സർഫസ് ഇൻ്റഗ്രൽ പി ഇ ഡി എസ് പ്ലസ്
സർഫസ് ഇൻ്റഗ്രൽ അറ്റ് ക്യൂ ഇ ഡി എസ്. അതിൽ തന്നെ ഞാൻ പറഞ്ഞു ഈക്വലായിട്ടാണ് ക്യൂവും പിയും എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് ഷീറ്റിൽ നിന്ന്. അതുകൊണ്ട് ഇൻറ്റൻസിറ്റി സെയിം ആണ്. അത് സമ്മേഷൻ്റെ പുറമേക്ക് എടുക്കാം. സോ ടോട്ടൽ ഫ്ലക്സ് എന്നുള്ളത് ഈ പുറമേക്ക് എടുത്താൽ ഈ സർഫസ് ഇൻ്റഗ്രൽ അറ്റ് പി ഡി എസ് ഈ സർഫസ് ഇൻ്റഗ്രൽ അറ്റ് ക്യൂ ഡി എസ് ആയിരിക്കും. സർഫസ് ഇൻ്റഗ്രൽ അറ്റ് പി ഡി എസ് എന്ന് പറഞ്ഞാൽ എൻ്റെ സർഫസിൻ്റെ ഏരിയ. അത് നമുക്കറിയാം, ഷീറ്റിന് എസ് ഏരിയ കൂടെ മാത്രം കട്ട് ചെയ്യുന്നത്. എൻ്റെ സർഫസിൻ്റെ ഏരിയയും എന്ത് തന്നെയായിരിക്കും? എസ് തന്നെ ആയിരിക്കും. സോ അതിന് നമുക്ക് എന്തായിട്ട് എഴുതാം? ഇ എസ് പ്ലസ് ഇ എസ് ഇസ് ഈക്വൽ ടു 2ES. ദാറ്റ് ഈസ് എ ടോട്ടൽ ഫ്ലക്സ് ത്രൂ ദ ഗോസിയൻ സർഫസ്. അതായത് ഗോസിയൻ സർഫസ് സിലിണ്ടർ ആയതുകൊണ്ട് തന്നെ എൻ്റെ സർഫസുകളുടെ ഫ്ലക്സ് മാത്രമേ പരിഗണിക്കുള്ളൂ. കർവ്ഡ് സർഫസ് പരിഗണിക്കാത്തതുകൊണ്ട് ടോട്ടൽ ഫ്ലക്സ് എന്നുള്ളത് രണ്ട് എൻ്റെ സർഫസ് കൂടെയുള്ള ഫ്ലക്സ് ആണ്. ഇ എസ് പ്ലസ് ഇ എസ് ഈസ് ഈക്വൽ ടു 2ES. അങ്ങനെ ഒന്നുകൂടി എടുത്ത് എഴുതി. ഇനി നമുക്ക് കാണേണ്ടത് ആ സർഫസ് ഉൾക്കൊള്ളുന്ന നെറ്റ് ചാർജാണ് ഗോസിയൻ സർഫസ്. ആ ഫിഗറിൽ കാണുന്നുണ്ട് എസ് ഏരിയ കൂടെ കടന്നു പോകുള്ളൂ. റെഡ് ഇങ്കിൽ കാണിച്ച ചാർജസ് മാത്രമേ അതിൽ കൂടെ കടന്നു അത് ഉൾക്കൊള്ളുന്നുള്ളൂ ഗോസിയൻ സർഫസ്. ബാക്കി പുറമെയുള്ള ചാർജുകൾ നമ്മൾ പരിഗണിക്കേണ്ടതില്ല. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് ഏരിയയിൽ സിഗ്മ ചാർജ് ആണെങ്കിൽ എസ് ഏരിയയിലുള്ള ചാർജ് ഉള്ളത് സിഗ്മ ഇൻറ്റു എസ് ആയിരിക്കും. സോ സിഗ്മ ക്യൂ ഇസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു എസ്. ഇത് ക്യാപിറ്റൽ സിഗ്മയാണ് ടോട്ടൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് ചാർജ് പെർ യൂണിറ്റ് ഏരിയ ആണ്, സ്മോൾ സിഗ്മ. ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുക. ഇത് ഗോസസ് തിയറത്തിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുക. ഗോസസ് തിയറത്തിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഗോസസ് തിയറം എന്താ? ഫൈ ഇസിക്കൽ സിഗ്മ ക്യൂ ബൈ എപ്സിലോൺ 0 ആണ്. അതിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ നമ്പർ 1 പ്രകാരം ഫൈ ഇസിക്കൽ 2ES ആണ്. ഇത് സിഗ്മ എസ് ബൈ എപ്സിലോൺ 0. എസും ക്യാൻസൽ ചെയ്ത് കളയാം. 2നെ താഴേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ എന്നുള്ളത് എന്തായി മാറും? ദിസ് ഇംപ്ലൈസ് ദാറ്റ് E is equal to sigma by 2 epsilon 0. And you can see that it's a constant. അല്ലേ? സിഗ്മ കോൺസ്റ്റൻ്റ് ആണ്, എപ്സിലോൺ 0യും ഒരു കോൺസ്റ്റൻ്റ് ആണ്. സോ ദിസ് ഇസ് എ കോൺസ്റ്റൻറ്റ്. അതിൻ്റെ ഡയറക്ഷനിൽ ഒരു വെക്ടർ ഫോമിലേക്ക് റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് വെക്ടർ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ 2 എപ്സിലോൺ 0 എൻ ക്യാപ്പ്. എൻ ക്യാപ്പ് എന്നുള്ളത് ഷീറ്റിന് നോർമൽ ഡയറക്ഷനായിട്ട് നമുക്ക് കണക്കൂട്ടാം. ഈ ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഷീറ്റ് ഇൻഫൈനൈറ്റ് ഷീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്നുള്ളത് ഇ എന്നുള്ളത് സിഗ്മ ബൈ 2 എപ്സിലോൺ 0 ആണ്. വരും പ്രോബ്ലംസിലൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കേണ്ടതായി വരും. അതായത് ഒരു ഷീറ്റ് ഓഫ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് യൂണിഫോം ഫീൽഡാണെന്ന് അർത്ഥം. കോൺസ്റ്റൻ്റ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു, വല്ലാതെ അകലെയുള്ള പോയിന്റുകളല്ല. ഒരു ഫൈനൈറ്റ് ഷീറ്റ് ആണെങ്കിൽ പോലും അതിൻ്റെ സൈസ് ആ ഡിസ്റ്റൻസുമായി കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണെങ്കിൽ, അതായത് നിയറസ്റ്റ് പോയിന്റിലാണെങ്കിൽ, ഷീറ്റിനോട് വളരെ അടുത്തുള്ള പോയിന്റിലാണെങ്കിൽ ഫൈനൈറ്റ് ഷീറ്റ് പോലും ഇൻഫൈനൈറ്റ് ഷീറ്റായിട്ട് നമുക്ക് പരിഗണിക്കാം. അപ്പോൾ നിയറസ്റ്റ് പോയിന്റുകളിലൊക്കെ ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇനി ഇതുമായി ബന്ധപ്പെട്ട വേറൊരു ഇതാണ്, അപ്ലിക്കേഷനാണ്. രണ്ട് ഷീറ്റ് ഓഫ് ചാർജ്, ഇൻഫൈനൈറ്റ് ഷീറ്റ് ഓഫ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ്. നമ്മളൊരു സ്പെഷ്യൽ കേസ് നൽകി രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻസ് ഉള്ള ഉണ്ട് പാരലായ ഇൻഫൈനൈറ്റ് ഷീറ്റ് ഓഫ് ചാർജുകൾ നമ്മൾ പരിഗണിക്കാം. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് കാണും. അതിനാദ്യം ഒരു ഇൻഫൈനൈറ്റ് ഷീറ്റ് ഓഫ് ചാർജ്, അതിന് ഷീറ്റ് 1 ആണ്, ഇത് ഷീറ്റ് 2. ഒരെണ്ണത്തിൽ പ്ലസ് സിഗ്മ ചാർജ് പെർ യൂണിറ്റ് ഏരിയ ആണെങ്കിൽ അടുത്തതിൽ മൈനസ് സിഗ്മ ചാർജ് പെർ യൂണിറ്റ് ഏരിയ. ഇവിടെ 3 ഏരിയകൾ വരും. അത് മാത്രമല്ല, ഞാൻ ഇതിൻ്റെ ടോപ്പ് വ്യൂ കാണിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ സൗകര്യാർത്ഥം ടോപ്പ് വ്യൂ മാത്രം കാണിക്കണുള്ളൂ. അത് കാണിക്കാൻ വേണ്ടിയിട്ട് രണ്ടും നമ്മൾ ടോപ്പ് വ്യൂ കാണുമ്പോൾ ലൈൻ മാത്രമായിട്ട് കാണുക. ആക്ച്വലി ഇത് ഷീറ്റാണ്. അവിടെ 3 പോയിൻറ്റ്സുകളുണ്ട്. എ എന്ന പോയിൻറ്റ്, ബി എന്ന പോയിൻറ്റും സി എന്ന പോയിൻറ്റും. അതിൽ എയും സിയും എന്നുള്ളത് രണ്ട് ലെഫ്റ്റ് മോസ്റ്റ് സൈഡും റൈറ്റ് മോസ്റ്റ് റീജിയനുമാണ്. ബി എന്നുള്ളത് മിഡിൽ റീജിയൻ. 3 റീജിയണിലെയും ഫീൽഡ് ഇൻറ്റൻസിറ്റി നമുക്ക് കാണണം. അങ്ങനെയാണെങ്കിൽ ഓരോ ഷീറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡിൻ്റെ ഡയറക്ഷൻസ് അടയാളപ്പെടുത്തുക. ഫസ്റ്റ് ഷീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് E1ഉം സെക്കൻഡ് ഷീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് E2 ആണെന്ന് വിചാരിക്കും. ഇങ്ങനെയാണെങ്കിൽ എ എന്ന റീജിയണിൽ ഫസ്റ്റ് ഷീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് E1 ആണ്. റെഡിൽ കാണിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്ലസ് സിഗ്മ കാണിക്കാൻ വേണ്ടിയിട്ട്. നമുക്കറിയാം, യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വയ്ക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് റിപ്ലൈ ചെയ്യാം. സോ ഇതാണ് എൻ്റെ ഫീൽഡ് ഡയറക്ഷൻ. ഇനി ഇതേ പോയിന്റിൽ തന്നെ സെക്കൻഡ് ഷീറ്റ് മൈനസ് സിഗ്മ ചാർജ് ഉള്ള ഷീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ്, കാരണം ഇവിടെ യൂണിറ്റ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ അത് അട്രാക്റ്റ് ചെയ്യല്ലേ ചെയ്യുക.
അപ്പോൾ ഫീൽഡ് ഡയറക്ഷൻ കാണിക്കുന്നത് E2 ഡയറക്ഷൻ റൈറ്റിലേക്കായിരിക്കും. അങ്ങനെ ഞാൻ ബ്ലൂ ഇതുകൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു നെഗറ്റീവ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് എന്ന് കാണിക്കാം. അതേപോലെ സി എന്ന റീജിയണിലും നമ്മൾ നോക്കുമ്പോൾ പ്ലസ് സിഗ്മ ഫസ്റ്റ് ഷീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചാർജ് എന്നുള്ളത് ഇവിടെ യൂണിറ്റ് പോസ്റ്റ് ചാർജ് ആണെങ്കിൽ ഈ ഫസ്റ്റ് ഷീറ്റ് റിപ്ലൈ ചെയ്യുക. സോ E1 റൈറ്റിലേക്കായിരിക്കും. ഇവിടെ വേറൊരു ഇപ്പോൾ യൂണിറ്റ് പോസ്റ്റ് ചാർജ് വയ്ക്കുകയാണെങ്കിൽ ഈ ഫസ്റ്റ് ഇല്ലായിരുന്നെങ്കിൽ സെക്കൻഡ് ഷീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അട്രാക്ഷനാണ്. സോ E2 അതിൻ്റെ ഡയറക്ഷൻസ് അടയാളപ്പെടുത്തി. മിഡിൽ റീജിയണിൽ ഫസ്റ്റ് ഷീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് റൈറ്റിലേക്കാണ്, ഷീറ്റിൻ്റെ റൈറ്റിലേക്ക് യൂണിറ്റ് പോസ്റ്റ് ചാർജ് ആണെങ്കിൽ ഇത് റിപ്ലൈ ചെയ്യുക. പക്ഷേ സെക്കൻഡ് ഷീറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ യൂണിറ്റ് ചാർജ് വെച്ചാണെങ്കിൽ അത് അട്രാക്റ്റ് ചെയ്യുക. അപ്പോൾ രണ്ടും ഒരേ ഡയറക്ഷനിലേക്ക്. അപ്പോൾ ആ ഡിഫറെൻറ്റ് റീജിയൻസിലെ ഫീൽഡിൻ്റെ ഡയറക്ഷൻസ് നമ്മൾ അടയാളപ്പെടുത്തുക. ഇനി നമുക്കറിയാം ഒരു ഷീറ്റ് നേരത്തെ കഴിഞ്ഞ ഡെറിവേഷൻസിൽ പറഞ്ഞു ഒരു ഇൻഫൈനൈറ്റ് ഷീറ്റ് ഓഫ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്നുള്ളത് σ/2ε0 ആണ്. ഇവിടെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണെന്നുള്ളൂ, പോസിറ്റീവ് നെഗറ്റീവ് ആണുള്ളൂ, പക്ഷേ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. സോ E1 എന്നുള്ളതും E2ൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. ഡയറക്ഷൻസ് നമ്മൾ ഫിഗറിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ റീജിയൻ കേസ് 1 എന്ന നിലയ്ക്ക് റീജിയൻ എയും റീജിയൻ സിയിലും ഉണ്ടാകുന്ന നെറ്റ് ഫീൽഡ് കാണാം. നമുക്കറിയാം രണ്ട് ഭാഗത്തും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്, ഫീൽഡുകൾ ഓപ്പോസ് ചെയ്യുക. മാഗ്നിറ്റ്യൂഡ് സെയിം ആയതുകൊണ്ട് രണ്ടും തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകും. സോ A = EC = E1 - E2 = 0. അതായത് ലെഫ്റ്റ് സൈഡിലും ഫീൽഡ് ഉണ്ടാവില്ല, റൈറ്റ് സൈഡിലും ഫീൽഡ് ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ കേസ് 2 എന്ന നിലയ്ക്ക് മിഡിൽ റീജിയൻ എടുക്കുക. മിഡിൽ റീജിയൻ രണ്ട് ഫീൽഡിൻ്റെ ഡയറക്ഷൻ സെയിം ആണ്, ആഡ് ചെയ്യപ്പെടും. സോ നെറ്റ് ഫീൽഡ് എന്നുള്ളത് E1 + E2 ആണ്. σ/2ε0 + σ/2ε0 = σ/ε0 അതെ, അതും കോൺസ്റ്റൻ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും രണ്ട് ഇൻഫിനിറ്റ് ഷീറ്റ്സ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡിസ്ട്രിബ്യൂഷൻസ് വെക്കുകയാണെങ്കിൽ മിഡിൽ റീജിയനിൽ മാത്രമാണ് ഫീൽഡ് ഉണ്ടാവുന്നുള്ളൂ, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഫീൽഡ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ യൂണിഫോം ഫീൽഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ഉള്ള ഒരു ഷീറ്റുകൾ വെച്ചാൽ മതി. ബാക്കിയെല്ലാ സ്ഥലങ്ങളിലും ഫീൽഡ് 0, മിഡിൽ റീജിയനിൽ മാത്രം യൂണിഫോം ഫീൽഡാണ്. അതിൻ്റെ വാല്യൂ σ/ε0. ഡയറക്ഷൻ നമുക്കറിയാം, പോസിറ്റീവ് ചാർജിൽ നിന്ന് നെഗറ്റീവ് ചാർജിലേക്കായിരിക്കും ഫീൽഡിൻ്റെ ഡയറക്ഷൻസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഭാഗത്ത് ഈ വീഡിയോയിൽ പറയുന്നത്. ഇനിയുള്ള 2 ആപ്ലിക്കേഷൻസ് അടുത്ത വീഡിയോയിൽ. നമ്മളിത് ഈ ഭാഗങ്ങളൊക്കെ പറയുന്നത് ഒരു റിവിഷൻ എന്ന നിലയ്ക്കാണ്, വളരെ സ്പീഡിൽ പറഞ്ഞു പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നീട് കേൾക്കണമെങ്കിൽ റിവൈൻഡ് ചെയ്ത് കേൾക്കുക. ബാക്കിയുള്ള ആപ്ലിക്കേഷൻസ് അടുത്ത ക്ലാസ്സിൽ എഴുതാം, കാണിക്കാം. ഓക്കെ, താങ്ക് യു.